CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ ക്രൈസിസിലാണ്. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞ മാതിരി തന്നെ ഏതാണ്ട് ഒരു 25 കൊല്ലങ്ങളായിട്ട് ഒരുതരം ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണ് ഈ പാർട്ടി നടക്കുന്നത്. ക്യാപിറ്റലിസ്റ്റുകളുമായിട്ട്, മുതലാളിമാരുമായിട്ട്, ധനം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള പലവിധ വഴിവിട്ട ബന്ധങ്ങളും പാർട്ടി സംവിധാനത്തിനകത്ത് അടി മുതൽ മുടി വരെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പം നമ്മൾ പഴയ കാലത്ത് കാണുന്ന പാർട്ടി സംവിധാനമോ പാർട്ടിയുടെ ഒരു രീതിയോ ധാർമ്മികതയോ ഒന്നും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കറപ്ഷൻ താഴെ മുതൽ മുകളിലോട്ട് താഴെ ഉണ്ട്. അപ്പോൾ കണ്ണൂരിൽ മാത്രമായിട്ടുള്ളൊരു വിഷയമല്ല ഇത്. എല്ലാ സ്ഥലത്തും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. തൃശ്ശൂരുണ്ടായിരിക്കുന്ന സംഭവം നോക്കൂ. ബാങ്കിലുണ്ടായിരുന്ന പണം എങ്ങോട്ടാണ് പോയത്? അതിപ്പോൾ എവിടേക്ക് എത്തിച്ചേർന്നത്? പാർട്ടി നേതാക്കളുടെ കയ്യിലേക്കാണ്. അപ്പോൾ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗവും ദുർവിനിയോഗവും വൻതോതിൽ നടന്നിട്ടുണ്ട്. കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്ന പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ സംഗതിയാണ്. എന്താണ്? സാധാരണ നിലക്കൊരു അഴിമതി അല്ല ഇത് പാർട്ടിയുടെ രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമാഹരിച്ച ധനമാണ്. ആ ധനമാണ് മാറ്റിയിരിക്കുന്നത്. ആ ധനമാണ് ആ കുടുംബത്തിന് വേണ്ടി മാത്രം സമാഹരിക്കുന്നത്, അല്ലാണ്ട് പാർട്ടി ഫണ്ടായിട്ട് സമാഹരിക്കുന്നതല്ല, കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സമാഹരിക്കുന്നതല്ല. മറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് അതിനുണ്ട്. അത് രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫണ്ട് ഒരു കാരണവശാലും അവർക്ക് മാറ്റാൻ കഴിയില്ല. ഇതിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും വലിയൊരു വൈകാരികമായിട്ട് ഇഷ്യൂ ആവുന്നു, ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നു വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഈ തരത്തിൽ ഒരു രക്തസാക്ഷി ഫണ്ട് ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത്. മറ്റു തരത്തിലുള്ള ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രക്തസാക്ഷി ഫണ്ട് പോലൊരു സംഗതി ആ കുടുംബത്തിന് കൊടുക്കാതെ അത് മറ്റു നിലയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിയിൽ അടിമുതൽ മുടി വരെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഇതിനുവേണ്ടി ഫണ്ട് കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതിനൊരു വലിയ പങ്ക് മാറ്റിപ്പറിക്കപ്പെട്ടു എന്നൊക്കെ വന്നാൽ അത് പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് അത് പ്രശ്നമുണ്ടാക്കും, അണികൾക്കതിൽ പ്രശ്നമുണ്ടാക്കും. അത് പരിഹരിക്കുന്നതിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പരാജയപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം രാകേഷിൻ്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പല വിഷയങ്ങൾക്കും മറുപടിയില്ല. പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു, കണക്കുകളെല്ലാം വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു, കണക്ക് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ കഴിയും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട്, ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട്, അതിനെന്ത് സംഭവിച്ചു എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരല്ലേ? ആരായി ആരോപണം ഉന്നയിക്കുന്നത്? ആരോപണം ഉന്നയിച്ച ആൾ ഇന്നലെ കയറി വന്ന ആളൊന്നുമല്ല. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞാൻ ഈ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ആളാണ്. കണ്ണൂർ ദീർഘകാലം ഞാൻ ദേശാമാനികമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂരുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതമായ രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരാളെ മാത്രമേ ജില്ലാ കമ്മിറ്റിയിൽ എത്തുള്ളൂ. അവിടെ ഏരിയ കമ്മിറ്റിയിൽ എത്തണമെങ്കിൽ പോലും അത്രയും പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ നിസ്സംഗമായി ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ചെലവാകാനിടയില്ല. CPM കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തെക്കും. ഇത്തരം പ്രതിസന്ധികളാണ് ഒഞ്ചിയത്ത് അവരിന്നെത്തിയിരിക്കുന്ന ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അത് പയ്യന്നൂരും സംഭവിക്കുന്നത് അസംഭവ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പയ്യന്നൂരിലുള്ള ഇപ്പോഴുള്ള അടിയിളക്കം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള പാർട്ടിയോടുള്ള പ്രതിഷേധം വളരെ വ്യാപകമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.